മായ ഒരു സമയത്ത് ഈ ഗ്രാമത്തിൽ തന്നെ വളരെ സന്തോഷകരമായ സ്ത്രീകളിൽ ഒരാളായിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരം അവർ പാടത്തേക്ക് ചെന്നപ്പോൾ അവരുടെ ജീവിതം തന്നെ അവസാനിച്ചു. രാമു, എണീക്ക്, നിനക്ക് എന്താണ് പറ്റിയത്? മായേ, വേഗം കാളവണ്ടി വരാൻ പറയേ, ഒരുപക്ഷെ ജീവൻ രക്ഷിക്കാനായാലോ. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ആ ഗ്രാമത്തിൽ തന്നെ കഠിനാധ്വാനിയായ രാം കിഷനെ പാമ്പ് കൊത്തി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം മണ്ണോട് മണ്ണായി തീർന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിലെ പലിശക്കാരൻ ഹരിപ്രസാദ് അവരുടെ വീടിന്റെ വാതിൽക്കൽ വന്നു നിന്നു. മായ, ഇവിടെ നോക്ക് പത്രം. നിന്റെ ഭർത്താവ് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിരുന്നു. ഇപ്പൊ കൃഷി എനിക്കാണ് സ്വന്തം. ദേ നോക്കൂ ചേട്ടാ, ഇതുവരെ അദ്ദേഹത്തിന്റെ ചടങ്ങ് പോലും കഴിഞ്ഞില്ല. കുറച്ച് സമയം തരണേ. സമയാവകാശം തരാൻ പറ്റില്ല മായ, കടം അടച്ചേ പറ്റൂ. കൃഷി ഇപ്പൊ എനിക്കാണ് സ്വന്തം. അടുത്ത ദിവസം പഞ്ചായത്തിൽ ചെന്ന് അവർ സംസാരിച്ചു. തലവൻ സാറേ, ഈ വയൽ രാം കിഷന്റെ അവസാനത്തെ അടയാളമാണ്. എന്റെ കുട്ടിക്ക് ഇതാണ് ആധാരം. എന്തെങ്കിലും ചെയ്യണേ. മായ, പത്രം ചട്ടം അനുസരിച്ച് എഴുതിയിരിക്കുകയാണ്. പിന്നെ ഹരിപ്രസാദ് ഈ ഗ്രാമത്തിലേക്ക് കടം കൊടുക്കുന്നവരാണ്. ഞാൻ വിചാരിച്ചാൽ പോലും എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഒരു സ്ത്രീയെ ആരും സപ്പോർട്ട് ചെയ്യില്ലേ? എല്ലാ നിയമങ്ങളും പണത്തിന് വേണ്ടി മാത്രമാണോ? മായ, പത്രം ചട്ടം അനുസരിച്ച് എഴുതിയിരിക്കുകയാണ്. പിന്നെ ഹരിപ്രസാദ് ഈ ഗ്രാമത്തിലേക്ക് കടം കൊടുക്കുന്നവരാണ്. ഇപ്പോൾ അവരുടെ പാടവും നഷ്ടപ്പെട്ടു, അവരുടെ മര്യാദയും നഷ്ടപ്പെട്ടു. മായ ദിവസവും അടുത്തവരുടെ വീട്ടിൽ ചെന്ന് പാത്രങ്ങൾ വൃത്തിയാക്കുക, പിന്നെ പാടത്ത് കൂലി ജോലി ചെയ്യും. മോളെ, നീ നന്നായി പഠിക്കണേ. ഈ ലോകത്ത് നമ്മളെപ്പോലുള്ളവർക്ക് ആരുടെ ആദരവും കിട്ടില്ല. അമ്മേ, ഞാൻ വലിയ കുട്ടിയായതും നമ്മുടെ പാടം തിരിച്ചെടുക്കും. പിന്നെ ആ ഹരിപ്രസാദിനെ സ്ത്രീ എന്നാൽ ആരാണെന്ന് കാണിക്കും. അന്നു മുതൽ ഗൊഡിയുടെ മനസ്സിൽ ഒരു വൈരാഗ്യമുണ്ടായി. ഒരു ദിവസം എല്ലാം മാറ്റണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ എങ്ങനെ? ഈ ചോദ്യം എപ്പോഴും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം ഗൊഡിയ കാട്ടിൽ തനിയെ മരങ്ങൾ വെട്ടുകയായിരുന്നു. ഉച്ചവെയിൽ ചൂട് കാരണം അവളുടെ ശരീരം ആകെ തളർന്നുപോയി. ഹോ, ഇന്നീ സൂര്യൻ വല്ലാതെ തീ പോലെ കത്തുന്നു. ഈ മരത്തണലിൽ കുറച്ചു സമയം വിശ്രമിക്കാം. ഹോ, അപ്പോഴാണ് വീശുന്ന കാറ്റത്ത് അവൾക്കൊരു വ്യത്യസ്തമായ മണം വന്നത്. ഇതെന്ത് മണമാണ്? രുചിയുള്ള മസാല നിറഞ്ഞ മണമായിരിക്കുന്നല്ലോ ഇത്. അവൾ എണീറ്റു. ആ മണത്തിനെ പിന്തുടർന്ന് ഒരു പഴയ കുടിലിനടുത്തേക്ക് അവൾ ചെന്നെത്തി. അകത്തൊരു വയസ്സായ മുത്തശ്ശി എന്തോ പൊരിക്കുകയായിരുന്നു. എന്താ ഗൊഡിയേ, വീണ്ടും ഇന്ന് വിറക് വെട്ടാൻ വന്നതാണോ? നിങ്ങൾക്ക് എൻ്റെ പേരെങ്ങനെ അറിയാം? നീ ഈ കാട്ടിലേക്ക് ചെറുപ്പം മുതൽ വരുന്നുണ്ടല്ലോ. ഞാൻ ഇവിടെയാണുള്ളത്. ചെറുപ്പം മുതൽ നിന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരാണോ? പക്ഷേ ഈ മണം, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതാണ് മാമ്പഴ പക്കോട. മാമ്പഴ പക്കോടയോ? അത് ശരി, എന്താണിത്? ഞാൻ ഇതുവരെ ഇത് കേട്ടിട്ടില്ലല്ലോ. ഇതെന്റെ മുഖ്യമായ റെസിപ്പിയാണ്. ലോകത്തിലുള്ള ആർക്കും ഇത് അറിയില്ല. എന്റെ മകന് മാത്രമേ അറിയാവൂ. പക്ഷെ അവനിപ്പോൾ ഈ ലോകത്തിലില്ല. ആ അമ്മയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. കൊടിയ കുറച്ചു സമയം മിണ്ടാതെ നിന്നു. എന്നിട്ടവൾ എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ എന്നെ പഠിപ്പിക്കാം. ഞാൻ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. നീയാണ് ആ കൈ. ഈ പാരമ്പര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കാനാകും. ഇപ്പോൾ എൻ്റെ ദിവസങ്ങൾ അവസാനിക്കാൻ പോവുകയാണ്. എൻ്റെ ആഗ്രഹം എന്താണെന്നാൽ ഈ രുചി എപ്പോഴും ഉണ്ടാകണം. ആദ്യം നിന്നെക്കുറിച്ച് നീ എല്ലാം എന്നോട് പറ. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ആര് രുചി അറിയാൻ ആഗ്രഹിക്കുന്നുവോ അവർ ജീവിതത്തെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം. കൊടിയ തന്റെ മുഴുവൻ കഥയും പറഞ്ഞു. രാം കിഷൻ മരിച്ചത്, പലിശക്കാരന്റെ ദ്രോഹം, അമ്മയുടെ അധ്വാനം, പിന്നെ തന്റെ പ്രതികാര ചിന്ത, പിന്നെ തന്റെ സ്വപ്നത്തെക്കുറിച്ചും. നിന്നെ പോലെ എന്റെ മകനും ഒരു സ്വപ്നമുണ്ടായിരുന്നു. പക്ഷെ അവൻ നഗരത്തിലേക്ക് ചെന്നു. അവിടെ ഉണ്ടായ ഒരു സംഭവത്തിൽ അവൻ മരിച്ചുപോയി. അന്നു മുതൽ ഈ കുടിലും പിന്നെ ഈ റെസിപ്പിയും എന്റെ ലോകമായി. നിങ്ങൾ മനസ്സ് വെച്ചാൽ ഈ റെസിപ്പി എന്റെയും ലോകമാകും. എന്നാൽ കേട്ടോളൂ മോളെ, ശ്രദ്ധിച്ച് കേൾക്ക്. ഈ മാമ്പഴ പക്കോട അത്ര സാധാരണമായി ചെയ്യാനാവില്ല. അവർ റെസിപ്പി പറയാൻ തുടങ്ങി. ഒരു പഴുത്ത മാമ്പഴം എടുക്കണം. അത് സ്മാഷ് ചെയ്ത് കടലമാവിൽ കലക്കണം. ഒരു പഴുത്ത മാമ്പഴം കടലമാവിൽ. പിന്നെ അതിലിടേണ്ടത് ഏലക്ക, കുറച്ചു മഞ്ഞപ്പൊടി, പിന്നെ മാമ്പഴപ്പൊടി, പിന്നെ ഇഞ്ചിച്ചാറ്, പിന്നെ മുളക് പൊടിയും ഇടണം. ഇപ്പോൾ മാവ് തയ്യാറാകും. അതിനുശേഷം ഇപ്പോൾ ചെറിയ ചെറിയ ഉരുണ്ടകളാക്ക്.
പിന്നെ ചെറിയ തീയിൽ നെയ്യിൽ പൊരിക്കണം. അത്രയും തന്നെ. നിന്റെ തലയെഴുത്തിനെ തന്നെ മാറ്റാൻ തയ്യാറായി കഴിഞ്ഞു പക്കോട. കൊടിയ ആദ്യമായാണ് ഇങ്ങനെ ഒരു പക്കോട ചെയ്തത്. കാറ്റത്ത് ആ വാസന കുടിൽ മൊത്തം പരന്നു. ഇത് യഥാർത്ഥത്തിൽ അതിശയമാണ്. ഇത് ജനങ്ങളെ ഭ്രാന്തരാക്കി മാറ്റും. തീർച്ചയായും ഇപ്പോൾ ഈ വിദ്യ ഞാൻ നിന്നിൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് അവർ ഗുഡിയയുടെ തലയിൽ കൈവച്ച് അവളെ ആശീർവദിച്ചു. പോകൂ മോളെ, ചെന്ന് ഈ രുചി ഉപയോഗിച്ച് നീ നിന്റെ തല എടുത്തു മാറ്റ്. അന്ന് ആ കുടിലിൽ വെറും പക്കോടയല്ല പൊരിഞ്ഞത്, ഒരു സ്വപ്നമാണ് പൊരിഞ്ഞത്. ഇപ്പോൾ ഈ ലോകത്ത് അത് തന്റെ മണം പരത്താൻ തയ്യാറാണ്. ഗുഡിയ തീരുമാനിച്ചു, ഇനിയും ക്ഷമിച്ചത് മതിയെന്ന്. ഇനി ഈ പക്കോടയാണ് എന്റെ ബലം. പിന്നെ ഇതാണ് എന്റെ പോരാട്ടത്തിനുള്ള ആയുധവും. അവൾ ഒരു പഴയ വണ്ടിക്കട വാങ്ങി. അത് തുടച്ചവൾ വൃത്തിയാക്കി മാറ്റി. തന്റെ കൈ കൊണ്ട് ഒരു പേരെഴുതി, മാമ്പഴ പക്കോട കാടിയെന്ന്. ഇവിടെ നോക്കൂ ആൾക്കാരെ, ഇവള് മാമ്പഴത്തില് പക്കോട ഉണ്ടാക്കാൻ പോവാണ്. അത് ആരെങ്കിലും കഴിക്കോ? എന്താ ഇവള് ചെയ്യുന്നേ? പക്കോടത്തില് മാമ്പഴമോ? പാവം മായയുടെ മകൾക്ക് വട്ട എന്ന് തോന്നുന്നു. പക്ഷെ ഉടിയ ആര് പറഞ്ഞതും കൂട്ടാക്കിയില്ല. ശരി, ഇന്ന് ചിരിച്ചേക്കൂ. എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളും ലൈനിൽ നിൽക്കും. ചേടാ, ഈ പെണ്ണ് എന്താ ചെയ്യുന്നേ? ശികാരിന്റെ മോള് ഭക്ഷണക്കാരിയായോ? ഇക്കാലത്ത് കുട്ടികൾക്ക് ബുദ്ധിയുമില്ല, കഴിവുമില്ല. പക്ഷേ എന്ന് ആദ്യത്തെ കുട്ടി കടയിൽ വന്ന് പക്കോട കഴിക്കാൻ തുടങ്ങിയോ അന്നെല്ലാം മാറിപ്പോയി. അമ്മേ, ഇതുപോലെ രുചിയുള്ള പലഹാരം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്കും കഴിച്ചിട്ട് പറ, രുചി എങ്ങനെയുണ്ടെന്ന്. പതുക്കെ പതുക്കെ ഗ്രാമത്തിലെ തെരുവുകളിൽ മാമ്പഴ പക്കോടയുടെ വാസന വ്യാപിക്കാൻ തുടങ്ങി. തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നുപോലും ആളുകൾ വന്നു. നിന്റെ കൈപ്പക്കവും ഒരു മന്ത്രം പോലെയാണ്. മറ്റൊരു കടയും നീ ആ ഭാഗത്ത് തുടങ്ങിക്കോ. അമ്മേ, ഇനി നിങ്ങൾ പാടത്ത് ജോലി ചെയ്യണ്ട. ദേ നോക്കൂ, ഇന്നത്തെ ലാഭം. മോളെ, എന്റെ വേദനിക്കുന്ന ശരീരത്തിന് നീ ഒരു ആശ്വാസമായി. നാളെ രാവിലെ തന്നെ അവളുടെ കടയണ പൊക്കിയേക്കണം. അവളിപ്പോ ഒരുപാട് കളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. നേരം വെളുത്തു. ഉടിയ കടയിൽ സാധനങ്ങൾ എടുത്തു വെക്കുകയായിരുന്നു. അപ്പോൾ 2 റൗഡികൾ വന്നു. എന്നിട്ട് കട ഉടയ്ക്കാൻ നോക്കി. എടോ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നേ? ഗുഡിയ ഞങ്ങളുടെ മോളെ പോലെയാണ്. ഈ പെണ്ണിന് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. എല്ലാരും ചേർന്ന് റൗഡികളെ തുരത്തി. ഹരിപ്രസാദ്, നീ ഒരുപാട് കളി കളിക്കുന്നു. ഇത് അതേ കൃഷി സ്ഥലമാണ് നീ തന്ത്രം ചെയ്ത് പിടുങ്ങിയത്. പത്രങ്ങളുണ്ട്. ഈ ഗ്രാമത്തിലെ ജനങ്ങളും ഇപ്പോൾ എന്റെ കൂടെയുണ്ട്. ഈ പാടം എന്റേതാണ്, എന്റെ അച്ഛൻ്റെതാണ്. ഞാൻ ചെയ്തത് തെറ്റാണ്. ഞാൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. പഞ്ചായത്ത് തന്റെ തീരുമാനം പറഞ്ഞു. രാംകൃഷ്ണന്റെ സ്ഥലം അദ്ദേഹത്തിന്റെ മകളുടെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന്. ഇപ്പോൾ അതേ പാടത്ത് ഒരു ഭംഗിയുള്ള ഹോട്ടൽ വന്നു. അതിന്റെ പേര് ഉടിയയുടെ മാമ്പഴ പക്കോട. ഇത് കാണാൻ എന്തൊരു ഭംഗിയാണ്, പിന്നെ കഴിക്കാനും നല്ല രുചിയുണ്ട്. മോളെ, നീ ശരിക്കും അടിപൊളിയാക്കി. ഇപ്പോൾ എന്റെ ഉടിയ വെറും ഒരു പെണ്ണല്ല, ഈ മുഴുവൻ ഗ്രാമത്തിന്റെയും അടയാളമാണ്. പിന്നെ ഒരു ദിവസം അതേ ഹോട്ടലിലെ ലൈനിൽ ഒരു അറിയാവുന്ന മുഖം നിൽപ്പുണ്ടായിരുന്നു. ഹരിപ്രസാദ് സാർ, നിങ്ങളോ? മോളെ, എനിക്ക് ഒരേ ഒരു മാമ്പഴം പക്കോട തന്നേക്ക്. ഇത് നല്ല രുചിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. രുചികരമായിരിക്കും, കാരണം ഇത് സ്നേഹത്തോടെ ചെയ്യുന്നതാണ്. അച്ഛന്റെ പേരിന് മര്യാദയുണ്ടാക്കി. അമ്മയുടെ ഓരോ തുള്ളി കണ്ണീരിനെയും മര്യാദയാക്കി മാറ്റി. അവൾ ഒരു കുടിലിൽ കഴിച്ച ആ പലഹാരം ഇന്ന് അവളുടെ അടയാളമായി മാറി. ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നാൽ മാമ്പഴ പക്കോടയെ കൊണ്ടുപോലും വിജയിപ്പിക്കാനാകും.